നമസ്കാരം. നമസ്കാരം. മറൈൻ മേഖലയിൽ ഒരു ഫ്രീ ആയിട്ട് കോഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടല്ലോ. അതെവിടെയാണ്? അത് നമുക്ക് മലേഷ്യ എന്നുള്ളൊരു കൺട്രിയിലാണ് വന്നുള്ളത്. മറൈൻ കോഴ്സുകൾക്കാണ് ഈ ഫ്രീ എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത്. ഫ്രീ എഡ്യൂക്കേഷൻ മീൻസ് കംപ്ലീറ്റ് സ്പോൺസർഷിപ്പ് ആണ്. 3 കോഴ്സുകൾക്കാണ് നമ്മൾ സ്പോൺസർഷിപ്പ് വന്നുള്ളത്. ഒന്ന് ഡിപ്ലോമ ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്, പിന്നെ വന്നിട്ടുള്ളത് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, പിന്നെ ഡിപ്ലോമ ഇൻ മറൈൻ ഇലക്ട്രോ ടെക്നോളജി. ഈ 3 കോഴ്സുകൾക്കാണ് നമുക്ക് ഒരു കമ്പനി കംപ്ലീറ്റ് കുട്ടികളെ സ്പോൺസർ ചെയ്യാണ്. അവരെ അക്കോമഡേഷൻ, അവരെ ട്യൂഷൻ ഫീസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഇതിന് ക്വാളിഫിക്കേഷൻ അതേപോലെ ഏജ് ലിമിറ്റ് അങ്ങനത്തെ വരുന്നുണ്ടോ? ക്വാളിഫിക്കേഷൻ നമുക്കറിയാലോ. നോർമലി ഡിപ്ലോമക്ക് SSLC 10th ആണ് എല്ലാ ഇടത്തുള്ള ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾക്ക് SSLC ആണ്. നല്ല മാർക്കുള്ള കുട്ടികൾ വേണം. അതുപോലെ ഏജ് 25 ബിലോ ആയിരിക്കണം. 17 to 25 ഏജിന്റെ കാര്യം. ഈ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര? നമുക്കൊരു 70% എബോവ് കുട്ടികളുടെ ആപ്ലിക്കേഷൻ അതായത് 10th 70% എന്നുള്ള പറഞ്ഞല്ലോ. അപ്പൊ ഈ 70% ഉള്ള എല്ലാ സ്റ്റുഡൻസിനും കോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതോ അതിനെന്തെങ്കിലും എക്സാംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, പിന്നെ ഈ പ്രോഗ്രാമിന് എൻട്രി ചെയ്യാൻ വേറെ എന്തെങ്കിലും കടമ്പകൾ ആക്കേണ്ടതുണ്ടോ? ഓക്കെ, എല്ലാ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം എബവ് 70% മാർക്കുള്ള കുട്ടികൾക്കൊക്കെ. പക്ഷെ നമുക്കിപ്പോ ലഭ്യമായിട്ടുള്ള കമ്പനിയിൽ നമ്മളുമായിട്ടുള്ള ധാരണ പ്രകാരം ഒരു 30 സീറ്റാണ് ഉള്ളത് ഈ ഫെബ്രുവരി ഇൻടേക്കിലിട്ട്. നോർമലി സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ട്. നമ്മളെ കുട്ടികൾ ഈ ഒക്ടോബർ 20 മലേഷ്യയിലോട്ട് പോകണം. ആൾറെഡി അതിന്റെ എല്ലാ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അത് ഫെബ്രുവരി ഇൻടേക്കാണ്. അത് 30 സീറ്റാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഇതിൽ കൂടെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് നമുക്ക് ഈ കുട്ടികൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ്, ഹൗ ടു അറ്റൻഡ് ഇന്റർവ്യൂ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ആക്കി എടുക്കും കുട്ടികളെ. കമ്പനിയുടെ ഭാഗത്തുനിന്ന് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തു നിന്നും ഇന്റർവ്യൂ ഉണ്ട്. അത് നമ്മൾ അതിന് കുട്ടികളെ തയ്യാറാക്കി എടുക്കുന്നതും നമ്മളെ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു പ്രോഗ്രാമാണ്. കംപ്ലീറ്റ് ഒരു 100% സ്പോൺസർഷിപ്പ് പ്രോഗ്രാമാണ്. കുട്ടികൾക്ക് ഫ്രീ ആണ് ഫുഡ്, അക്കോമഡേഷൻ. അതുപോലെ ഇതിൽ വളരെ ഹൈലൈറ്റ് ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ട്. അതെ. അപ്പൊ എല്ലാ മാസവും കുട്ടികൾക്ക് അറൌണ്ട് $300 to $500, നമ്മളൊരു 30,000 രൂപ, ആവറേജ് കൂട്ടുകയാണെങ്കിൽ ₹30,000 കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് ഭയങ്കര ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഡ്യൂറേഷൻസ് നമുക്ക് 3 ഇയർ കോഴ്സാണ്. ഈ രണ്ട് മറൈൻ എഞ്ചിനീയറിംഗും നോട്ടിക്കൽ സയൻസും 3 ഇയർ കോഴ്സാണ്. ഇലക്ട്രോ ടെക്നോളജി മാത്രം നമുക്ക് 2 ഇയർ കോഴ്സാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 4 month ഇതിന് കമ്പനിനെ ഇവരെ ട്രെയിൻ ചെയ്തെടുക്കും. എന്തിന്? ലൈസൻസിങ് എക്സാം. ഈ കുട്ടികൾക്ക് ഷിപ്പിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഏത് രാജ്യത്താണെങ്കിൽ ലൈസൻസ് വേണം. അപ്പൊ ആ ലൈസൻസിങ് എക്സാമിനുള്ള ഒരു പ്രിപ്പറേഷനും അതിനുള്ള കാര്യം ഒരു 4 months അത് വരും. അപ്പൊ 3 ഇയർ കോഴ്സും 4 month ഈ ലൈസൻസിങ് എക്സാമിനേഷനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാ കാര്യങ്ങളും കമ്പനി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് അതെ, അത് 100% ആയിട്ട് കമ്പനി അവരെ കമ്പനിയിൽ പ്ലേസ്ഡ് ആക്കുക കുട്ടികൾ. അല്ലാതെ വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എഴുതുക അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അങ്ങനെ ഒരു പരിപാടി ഇതിലില്ല. 100% ഈ സ്പോൺസർഷിപ്പ് ചെയ്യുന്ന കമ്പനി, സ്പോൺസർ ചെയ്യുന്ന കമ്പനി തന്നെ അവരെ കമ്പനിക്ക് പ്ലേസ്ഡ് ആക്കുന്നു. അത്ര റിക്വയർമെന്റ് ഉണ്ട്. അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 4 month ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് ജോബിന് കയറാം. ആരാണോ അവരെ സ്പോൺസർ ചെയ്തു ആ കമ്പനി തന്നെ അവരെ എടുക്കുന്നു. നേരിട്ട് ജോബ് കിട്ടും. അല്ലാതെ വേറെ കമ്പനി അവർക്ക് ജോലി നോക്കേണ്ട ആവശ്യമില്ല. അതും അവര് പിന്നെ എല്ലാ ബോണ്ട് കാര്യങ്ങൾ, അവരെ അഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ മുൻപേ ചെയ്യണം. അതെ, അറിയാൻ പറ്റും. അപ്പൊ അത് അവര് സാലറി അടക്കം പറയുന്നത് അറൌണ്ട് 3 to 5 lakh ആണ് പെർ മന്ത് സാലറി. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് കോഴ്സ് 3 to 5 lakh സാലറി അവർ ഗ്യാരണ്ടി ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടും കുട്ടികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, അവർക്ക് ഇപ്പൊ ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കുമല്ലോ അല്ലെ ഈ ഒരു സ്റ്റുഡന്റിനെ ഇങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര എക്സ്പെൻസ്. ഒരു കുട്ടിക്ക് അറൌണ്ട് 55 lakh കമ്പനി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫുഡ്, അക്കോമഡേഷൻ, ട്യൂഷൻ ഫീസ്, അങ്ങനത്തെ സ്റ്റൈപ്പൻഡ് എല്ലാം കൂട്ടി നോക്കി അറിയാൻ പറ്റും. അപ്പൊ അത് വളരെ കുറഞ്ഞ സീറ്റുകളുള്ളൂ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഡോക്യുമെന്റേഷൻ പ്രോസസ് ഉണ്ട്, വിസ പ്രോസസ് ഉണ്ട്, ഇന്റർവ്യൂ പ്രോസസ് ഉണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അതെ അങ്ങനെ ചെയ്യാൻ പറ്റും.